ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇത് നമുക്ക് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും സാധിക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു വേണ്ടി ചെമ്പരത്തിപ്പൂവ് കുറച്ച്, അതേപോലെ ഉണക്കനെല്ലിക്ക, കറ്റാർവാഴ മുറിച്ചത്, ചെറിയുള്ളി, തുളസിയില, പിന്നെ കറിവേപ്പില, വേപ്പില, ഇതെല്ലാമാണ് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി കുറച്ച് ഉലുവ ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് അധികം അരയേണ്ട ആവശ്യമില്ല, കുറച്ച് ചതച്ചെടുത്താൽ മതി. ഈ എണ്ണ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം പുരട്ടിയാൽ മതി. അതും ചെറുതായിട്ട് എടുത്താൽ മതി, അധികമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഒരു ഓയിലാണിത്. ഇത് നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും, അതേപോലെ നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും മുടിക്ക്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മൈലാഞ്ചി ചപ്പ്, അതേപോലെ കഞ്ഞെണ്ണി, കിഴാർ നെല്ലി, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അതേപോലെ ഒരു കഞ്ഞണി മാത്രമേ ഉള്ളൂ, അത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ഇഷ്ടമുള്ളതിൽ എടുക്കാം. കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും വേണമെങ്കിൽ എടുക്കാം. ഞാൻ ചെമ്പരത്തിൻ്റെ ഇലയും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പച്ച നെല്ലിക്ക എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു പഴയ ഉരുളിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 1 ലിറ്റർ വെളിച്ചെണ്ണ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായി വരണം. ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത സാധനങ്ങളെല്ലാം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സാക്കി കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരച്ച ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവ ഞാൻ വേറെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വള്ളിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഞാൻ തണുത്ത ശേഷമാണ് ഒരു ബോട്ടിലിലേക്ക് മാറ്റുന്നത്. നന്നായി നമുക്ക് അരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക്